ഇപ്പോൾ ഏതാ വഴി? ഈ വഴി ആ വഴിയോ? എന്തായിരിക്കും അല്ലേ? ആ സ്റ്റെപ്പ് എൻ്റെ മോനെ. ഇപ്പോൾ ഏതാ വഴി? അല്ലല്ല, നമ്മളതിലല്ല, ഇതിലെ തന്നെ ആയിരിക്കും വന്നത്. ഇതിലെ അതിലൂടെ അതിലൂടെ ആ ഇല്ല നമ്മൾ വന്ന വഴി ഇതാ. ഞാനിത് ഈ ഒരു സാധനം യൂക്കാലി എന്ന് പറഞ്ഞിട്ട് കയറിപ്പോയത്. അവിടെ നിന്ന് എവിടെ നിന്ന് എടുക്കണ്ടേ? ഏതെടുക്കണ്ടേ? ഉഷാറായിട്ടുണ്ട്. ആ കയറാൻ ഉഷാറാണ്. നമുക്ക് സമയമില്ലാത്ത സമയത്ത് പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് ഓടി ആകെ ജാഗോഗിയാവും വെറുതെ. എന്നുവെച്ചാൽ കുറച്ച് ദൂരം നമുക്ക് പോകണ്ടേ. അമ്പലയിൽ കയറുന്നിടം വരെയുള്ളൊരു ടൈം. അപ്പം അതിലെ വന്നാലും ഈ വഴി ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. എന്തായാലും പക്ഷെ ഞാനൊരിക്കലും ഇത്ര വിചാരിച്ചില്ല കേട്ടോ. പോകണ്ട് നോക്കട്ടെ സംഭവം ഇവിടെ. അതുവഴി ഒരു വഴി അങ്ങോട്ടുണ്ട്. ആ വഴി അതാണ്, ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയത്. ഒരു ഹാഫ് ഡേ ഇതിന് തന്നെ വേണ്ടി വരില്ലേ? പക്ഷെ പണ്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയപ്പോൾ ഒരു നമുക്ക് അതിൻ്റെ മേലെ കയറി ഇത്ര ഫീൽ വന്നില്ല. ഇത്ര ഫീൽ വലിയ ഒരു അന്നൊന്നും എന്താണ് പറയുക, പ്രാബല്യത്തിലില്ല എന്ന് വേണേൽ പറയാം. ട്രീ കവാടം അവിടെ നിന്നോ അല്ലെങ്കിൽ പിടിച്ചു നിന്നോ വന്നത്. എന്തോ എഫർട്ടാക്കി ആ ഫോണിലെടുക്കണ്ടേ? ആ ശരി. ഫോട്ടോസ് എടുക്കാൻ പോയ നഷ്ടമാണ്, തീരെ നഷ്ടമാണ്. ഇത് സാധനമൊക്കെ താഴെ പോയാ അടിപൊളി. പുറത്ത് നിർത്തായി. സൂപ്പറല്ലേ വിഷ്വൽ? ഓക്കെ, വന്നതിനെന്തായാലും ഞാൻ ഒരിക്കലും ഇത്ര വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചെന്താ ആ ടാട്ടോട് ഒന്ന് കയറിയിട്ട് ചിറേൻ്റെ സൈഡിൽ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് പോവാന്നൊക്കെ വിചാരിച്ച. വേറെ ലെവലായിപ്പോയി. ചപ്പ് തന്നെ
എന്തോ ആ അതെ സ്കിഡാക്കപ്പെടുന്നത് വലിയ സ്കിഡാവില്ല എങ്കിലും അതെ അല്ല ഈ വീഡിയോ ഇട്ടിട്ട് ഓരോരുത്തർ കിടന്ന് വിളിയോട് വിളിയാണ്. നീ എവിടെയാണ്? ആണോ? നിങ്ങൾ രാവിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോ. ആ ശരി. ആ അത് ഇന്നലെ ഞാൻ ആ മഞ്ഞും ഒക്കെ ഇറങ്ങിയപ്പോളേ വേറെ ലെവലിലേക്ക് പോയല്ലോ. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ച് വരുന്ന ആൾക്കാർ കുറച്ച് ഫിറ്റ് അല്ലെങ്കിലേ കാലൊക്കെ കാലൊക്കെ വല്ല ഉളുക്കുക പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ സീനാണ്, ഭയങ്കര സീൻ. ആ അവർ വന്നാലേ കാര്യമുള്ളൂ. അറ്റ്ലീസ്റ്റ് സൈക്ലിങ്, അറ്റ്ലീസ്റ്റ് എന്തായാലും ഓടുന്നവർ ആ സീൻ വരാത്ത. അല്ലെങ്കിൽ ഇപ്പൊ കാലൊക്കെ വേനച്ചിട്ട് ഇപ്പൊ മൂല നിൽക്കണ്ട. അതെ, അല്ലെങ്കിൽ ഇന്ന് വരണ്ടല്ലായിരുന്നില്ലേ, കളി ഇല്ലായിരുന്നെങ്കിൽ. ആ ഷട്ടിൽ കളിക്കുമ്പോൾ തന്നെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ കാലിൻ്റെ ഈ ഫൂട്ട് കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് അത് നല്ലൊരു എന്താ പറയുക സെറ്റായി മാറും. ഫൈനലി ആ എൻ്റെ മോനെ ഇതിന് പറ്റിയോ? അയ്യോ നിൽക്ക് പുല്ലുള്ളത് കൊണ്ട് നിറഞ്ഞ എനിക്കിത് പിടിച്ചിട്ട് നിൽക്കാനും പറ്റില്ല. ഓക്കെ അല്ലേ? കാലിന് എന്തെങ്കിലും പറ്റിയോ? എൻ്റെ മോനെ പുല്ലല്ല ചരളും പുല്ലും എല്ലാം. ബാക്ക് ബ്രേക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ആ വേക്ക് പോങ്കി ഞാൻ ശ്രദ്ധിച്ചത്. മുട്ടിന് പ്രശ്നങ്ങളുണ്ടോ? ഒന്നും പറ്റിയില്ല. ദൈവമേ, എനിക്ക് ഇതിട്ട് ഇവിടുന്ന് ചാടി ഇറങ്ങാൻ പറ്റില്ല. ഇത് എൻ്റെ മേലെ കൂടെ ഗ്രിപ്പ് ഉണ്ടാവുന്ന എടുത്തിട്ടില്ലേ? ഒന്നും പറ്റിയില്ലല്ലോ ശരിക്കും. പിന്നെ പണ്ട് മുതലേ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് വലിയ പ്രശ്നം അനുസരിച്ച് തോന്നിയില്ല. ഞാൻ നന്നായി കളിക്കും, ഗോൾ കീപ്പർ മാക്സിമം ഡൈവ് ചെയ്യും. ഓക്കെ, എന്നാലൊന്ന് നിൽക്ക്. ആ ട്രാക്ക് ഷോട്ട് ഒന്ന് പൊന്തിച്ച് കാണട്ടെ. നാൽപ്പാട് സൈക്കിളിൻ്റെ ഇതോടെ തട്ടിയൊരു ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ അല്ലേ? നമ്മളിപ്പോൾ കാല് എൻ്റെ അമ്മ ഞാൻ കിടന്നിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ ഒന്നുമില്ല, ഒന്നുണ്ടാവില്ലേ. ഞാൻ ഇവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ബ്രേക്ക് കൊടുത്ത് ഇറങ്ങിപ്പോയി. കൺട്രോൾ കിട്ടില്ല. അതെ അതെ, പിന്നെ കൺട്രോൾ കിട്ടില്ല കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടാനും പറ്റില്ല. നമ്മൾ അപ്പൊ ആ ഒരു മുഴുവൻ ചരലല്ലേ എൻ്റെ അമ്മ. വീണതിനകത്ത് ഫ്രണ്ട് ബ്രേക്ക് ഒരിക്കലും കൊടുക്കരുത്, അപ്പൊ ബാക്കേ വിൽക്കുള്ളൂ. അതന്നെ, ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് വരിക. വീഡിയോ
ഓഫാക്കിയോ? ഒരു മിനിറ്റ്. പിന്നെ